ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്നത്തെ എക്സാം പൊതുവെ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? എക്സാം എങ്ങനെയുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സാം പൊതുവെ ഒരു മോഡറേറ്റ്, അത്യാവശ്യം ഒരു കുറച്ച് ഈസിയായ എക്സാം ആയിരുന്നു. ഇനി നമ്മുടെ സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും എഴുതാനുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ആൻസർ കീ നോക്കാം. ഇനി ഈ ഒരു ആൻസർ കീയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അത് കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതായിരുന്നു: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഗ്രേഡ് ഈസ് എ ഷെയ്ഡിങ് പെൻസിൽ? ഓക്കെ, ഷെയ്ഡിങ് പെൻസിലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രേഡ് ഏതെന്നാണ്. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ നിമി ബേസ് ചെയ്തിട്ടുള്ള ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ നിമി ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ അതർ സ്റ്റാൻഡേർഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആൻസർ അതിൽ കൊടുത്തിരിക്കുന്നത് HB ആണ്. ഓക്കെ, നമ്മുടെ സ്കെച്ചിങ്ങിനും അതുപോലെ തന്നെ ഷെയ്ഡിങ്ങിനും നമ്മുടെ സ്റ്റാൻഡേർഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ HB ആണ് കിടക്കുന്നത്. നിമിയുടെ ടെസ്റ്റിൽ ആൻസർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആൻസർ വരുമ്പോൾ നോക്കാവുന്നതാണ്. PSCയുടെ പ്രൊഫഷണൽ ആൻസർ വരുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇൻ കേസ് ഓഫ് എ സെക്ടർ? ഓക്കെ, സെക്ടറിൻ്റെ കേസിൽ ആ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. എ പാർട്ട് ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ 2 റേഡിയൈ മീറ്റിംഗ് അറ്റ് ആൻ ആംഗിൾ ആൻഡ് ആൻ ആർക്ക്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ കോഡ് D ആണ്. ഓക്കെ, ആൽഫ കോഡ് D ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ആൻസർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ മെത്തേഡ് ഓഫ് ഡ്രോയിങ് 2 or more വ്യൂസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ ഡ്രോയിങ് ഷീറ്റ് ഈസ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B ആണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എൻലാർജിങ് സ്കെയിൽ? എൻലാർജിങ് സ്കെയിൽ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എൻലാർജിങ് സ്കെയിൽ അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, ഓപ്ഷൻ C ആണ്. 2:10 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ദ ലെങ്ത് ടു ഹൈറ്റ് റേഷ്യോ ഓഫ് ക്ലോസ്ഡ് ഫിൽഡ് ആരോ ഹെഡ്. ഓക്കെ, ക്ലോസ്ഡ് ഫിൽഡ് ആരോ ഹെഡിൻ്റെ ആ ഒരു റേഷ്യോ ആണ്. ലെങ്ത് ടു ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഓക്കെ, ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ എ ഡ്രോയിങ് ദ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദെയർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹൈറ്റ് ആണ്. ഓക്കെ, ഹൈറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് BIS കോഡ് നമ്പർ ഈസ് റെക്കമെൻഡഡ് ഫോർ ഫോൾഡിംഗ് ഡ്രോയിങ് ഷീറ്റ്? ഓക്കെ, ഡ്രോയിങ് ഷീറ്റിൻ്റെ ഫോൾഡിങ്ങിൻ്റെ IS കോഡാണ്. ഇവിടെ ഈ ഒരു ഇയർ ആണ് അവർ ഡിഫറൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, ഓപ്ഷൻ C ആണ്. IS 1166/1986 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ട്രിംഡ് സൈസ് ഓഫ് A1 ഡ്രോയിങ് ഷീറ്റ്. ഓക്കെ, ട്രിംഡ് സൈസ് ഓഫ് A1 ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് വരുന്നത് ഓപ്ഷൻ D ആണ്. 594/841 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: ദ ആംഗിൾ വിച്ച് ഈസ് മോർ ദാൻ 180 ഡിഗ്രി. 180 ഡിഗ്രിയേക്കാളും കൂടുതലുള്ള ആംഗിൾ നമ്മൾ എന്താണ് പറയുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഓക്കെ, ഓപ്ഷൻ B ആണ്. റിഫ്ലക്സ് ആംഗിൾ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്താമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ റോംബസ്? ഓക്കെ, റോംബസിനെ ബേസ് ചെയ്തിട്ടുള്ള കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ആൾ 4 സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് 4 ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആൾ 4 സൈഡ്സ് ആർ ഈക്വൽ ബട്ട് ഓൺലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, ആ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. ഓക്കെ, ഓപ്ഷൻ D ആണ്. ഓക്കെ, ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ: വോളിയം ഓഫ് പ്രിസം. ഓക്കെ, വോളിയം ഓഫ് പ്രിസം ഈസ് ആൻസർ വരുന്നത് ഏതാണ്? പ്രിസത്തിൻ്റെ വോളിയം എങ്ങനെയാണ് കാണുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ബേസ് സൈഡ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബേസ് സൈഡ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ: ദ പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഹാവിങ് സൈഡ് 45 mm ലോങ്. ഓക്കെ, ആ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് ആഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഓക്കെ, ഓപ്ഷൻ B ആണ്. 135 mm ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ: ദ വോളിയം ഓഫ് സോളിഡ് കോൺ ഓഫ് 10 cm ബേസ് ഡയ ആൻഡ് 30 cm ഹൈറ്റ് എന്ന് പറയുന്നുണ്ട്.
ഓക്കെ, ആ ഒരു സോളിഡ് കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഫോർമുല എന്താണ്? വോളിയം കണ്ടുപിടിക്കാൻ ഫോർമുല എന്താണെടാ? V = 1/3. ഓക്കെ, 1/3 πr²h ആണല്ലേ, πr²h ആണ്. ആ ഒരു ഇക്വേഷനിൽ നമുക്ക് ആ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ 250 π ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു സിവിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിവിലിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, സിവിലിനെ മാത്രം ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇന്നത്തെ ഈ ഒരു എക്സാമിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. 5 ന്യൂട്ടൺ = ഡാഷ് ഡൈൻസ്. ഓക്കെ, ഡാഷ് ഡൈൻസ് ആണ് ആൻസർ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ പെരിമീറ്റർ ഓഫ് എ സെക്ടർ ഓഫ് സർക്കിൾ ഓഫ് റേഡിയസ് 7 cm ആൻഡ് ആർക്ക് ലെങ്ത് 14.7 cm എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പെരിമീറ്റർ കാണാൻ ഫോർമുല എന്താണ്? അവിടെ ഫോർമുല എന്താണ് വരുന്നത്? P = 2r+L ആണ്. 2r+L ആണ് അവിടെ ഫോർമുലയായിട്ട് വരുന്നത്. സോ ആ ഒരു ഫോർമുല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 28.7 cm ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ, എ മോട്ടോർ വെഹിക്കിൾ കവർ 100 മീറ്റർ ഇൻ 6 സെക്കൻഡ്. ഹൗ മെനി കിലോമീറ്റർ വിൽ ഇറ്റ് റൺ ഇൻ 1 അവർ? ഓക്കെ, 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ റൺ ചെയ്യുമെന്ന് കണ്ടെത്താനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 60 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ടു ടോഗിൾ ബിറ്റ്വീൻ സ്നാപ്പ് മോഡ് ഓൺ ആൻഡ് ഓഫ്? ഓക്കെ, സ്നാപ്പ് മോഡ് നമ്മൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഏതാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. F9 ആണ്. ഓക്കെ, F9 ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു കട്ട് സെലക്റ്റഡ് ഐറ്റം? ഓക്കെ, സെലക്റ്റഡ് ഐറ്റം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. Ctrl+X ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 19ാമത്തെ ചോദ്യം, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു മാഗ്നിഫൈ എ പാർട്ട് ഓഫ് ഡ്രോയിങ്? ഒരു ഡ്രോയിങ്ങിൻ്റെ ആ ഒരു പാർട്ട് നമ്മൾ മാഗ്നിഫൈ ചെയ്ത് കാണിക്കാനായിട്ട് ഏത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സൂം ആണ്. ഓക്കെ, സൂം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് പാരലൽ ലൈൻസ്? പാരലൽ ലൈൻസ് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓഫ്സെറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ക്ലോസ് ദ കറന്റ്ലി ആക്റ്റീവ് പ്രോഗ്രാം? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. Alt+F4 ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 22ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു സെലക്ട് ഓൾ ടെക്സ്റ്റ്? ഓൾ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. Ctrl+A ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പം ഇന്നത്തെ ഈ ഒരു എക്സാമിൽ നമ്മുടെ ഓട്ടോഗഡിൻ്റെ ടോപ്പിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എക്സാമിലൊക്കെ കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നെങ്കിലും ഈ ഒരു എക്സാമിൽ ഓട്ടോഗഡിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ച് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ അപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൂൾ ഈസ് പ്രസൻറ്റ് ഇൻ നാവിഗേഷൻ ബാർ? ഓക്കെ, നാവിഗേഷൻ ബാറിൽ നമ്മൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. മോഡൽ ബട്ടൺ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PROM? ഏതാണ് PROM ഫുൾ ഫോം വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ചോദ്യം, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് ഇൻആക്സസിബിൾ ഒബ്ജക്റ്റ്, ബ്രോക്കൺ ബൗണ്ടറീസ്, റിവർ എക്സെട്ര? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഇന്റർസെക്ഷൻ മെത്തേഡാണ്. ഓപ്ഷൻ ഡി ആണ്. ഇന്റർസെക്ഷൻ മെത്തേഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 26ാമത്തെ ചോദ്യം, when the whole circle bearing of two lines PQ and PR are 40 degree and 165 degree respectively, then the included angle QPR ആണ് ചോദിച്ചിരിക്കുന്നത്. അത് സിമ്പിൾ ആണ്. ആ ഒരു 165 നിന്ന് നമുക്ക് ആ ഡയഗ്രം വരയ്ക്കുമ്പോൾ മനസ്സിലാവും. 165 നിന്ന് 40 ഡിഗ്രി കുറച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 125 ഡിഗ്രിയാണ് ആൻസർ വരുന്നത്. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബാക്ക് സൈറ്റ് റീഡിംഗ് ഓൺ എ ബെഞ്ച് മാർക്ക് ഓഫ് റെഡ്യൂസ്ഡ് ലെവൽ 100 ആണ് ഈസ് 2.005. if a foresight reading on the point is 1.680 ആണ്. റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അവിടെ RL+BS ഓക്കെ, ആ ഒരു റെഡ്യൂസ്ഡ് ലെവലും ബാക്ക് സൈറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആയി.
ഓക്കെ, ഇനി ആ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു 1.680 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആൻസറായി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 100.325 ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 28ാമത്തെ ചോദ്യം, ഇൻ ലെവലിംഗ് ദ കറക്ഷൻ ഫോർ കർവേച്ചർ ഈസ് ഈക്വൽ ടു, ഏതാണ് കറക്ഷൻ ഫോർ കർവേച്ചർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 0.0785 d² ആണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 29ാമത്തെ ചോദ്യം, റിമോട്ട് സെൻസിങ് ടെക്നിക്ക് ആർ ബീയിങ് യൂസ്ഫുള്ളി എംപ്ലോയിഡ് ഫോർ ദ പർപ്പസ് ഓഫ്, ഏതാണ് അവിടെ ആൻസർ വരുന്നത്? ഓൾ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 30ാമത്തെ ചോദ്യം, ദ ഇറർ ഇൻ മെഷേർഡ് ലെങ്ത് ഡ്യൂ ടു ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ദ ചെയിൻ. ഓക്കെ, ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ദ ചെയിൻ ആണ്. അതേതാണ്? ആൻസർ വരുന്നത് കോമ്പൻസേറ്റിംഗ് എറർ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. കോമ്പൻസേറ്റിംഗ് എറർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 31ാമത്തെ ചോദ്യം, ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് അഡോപ്റ്റഡ് to determine the difference of level between 2 points when it is not possible to set up the level midway between them. ഏതാണ് ആൻസർ? സിമ്പിൾ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കൽ ലെവലിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 32ാമത്തെ ചോദ്യം, എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻ ഓൺ ദ മാപ്പ് റെപ്രസെന്റ് എ ഡാഷ് ഇഫ് ദ ഹയർ വാല്യൂ ആർ ഇൻസൈഡ്. ഓക്കെ, ഹയർ വാല്യൂ ഇൻസൈഡ് വന്നു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഹില്ലാണ്. ഓക്കെ, ഹില്ലാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 33ാമത്തെ ചോദ്യം. ഓക്കെ, 33ാമത്തെ ചോദ്യം, വെൻ ദ ആംഗുലാർ ആൻഡ് ലീനിയർ മെഷർമെന്റ് ആർ ഈക്വലി പ്രിസൈസ് ഇൻ ട്രാവേഴ്സിംഗ് ദ ബാലൻസിംഗ് ഓഫ് ദ ട്രാവേഴ്സ് ഈസ് ഡൺ ബൈ, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ബൗറിച്ച്. ഓക്കെ, ബൗഡിച്ച് റൂൾ ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 34ാമത്തെ ചോദ്യം, ഇമൽഷൻ പെയിന്റ് ഡ്രൈസ് ക്വിക്ക്ലി ഇൻ എബൌട്ട്, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. അല്ലെ, ഓപ്ഷൻ എ ആണ്. 1.5 to 2 hours. ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ 35ാമത്തെ ചോദ്യം, ഡാഷ് ടെർമൈറ്റ് കനോട്ട് സർവൈവ് ഓർ ലൈവ് വിത്തൗട്ട് മെയിൻറ്റെയിനിങ് എ കണക്ഷൻ വിത്ത് ദ സോയിൽ, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. സബ്മറൈൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 36ാമത്തെ ചോദ്യം, thickness of glass for structural glass flooring is available in the form of tile and slab, ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 12 mm to 30 mm ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37ാമത്തെ ചോദ്യം, വിച്ച് ബോണ്ട് ഈസ് യൂസ്ഡ് ഫോർ ഓർണമെന്റൽ പാനൽ ഇൻ ദ ബ്രിക്ക് ഫ്ലോറിംഗ് ആണ് ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ സിക്സാഗ് ബോണ്ടും വരാം, ഹെറിംഗ് ബോണ്ടും വരാം. ഇവിടെ നമുക്ക് PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വരുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഞാനിത് കറക്ഷൻ പറയുന്നത് എന്തെങ്കിലും ആൻസർ വരുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ 38ാമത്തെ ചോദ്യം നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പോളിമിനറലിക് റോക്ക്. ഓക്കെ, പോളിമിനറലിക് റോക്ക് ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ബസാൾട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 39ാമത്തെ ചോദ്യം, as per IS 1077/1970 ദ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക്, ഏതാണ് ആൻസർ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അല്ലേ, ഓപ്ഷൻ എ ആണ്. 3.50 Nm² ആണ്. ദെൻ അടുത്ത് വരുന്നതാണ് 40ാമത്തെ ചോദ്യം, കപ്പിൾ ക്ലോസ് റൂഫ് യൂസ്ഡ് ഫോർ സ്പാൻ. ഓക്കെ, കപ്പിൾ ക്ലോസ് റൂഫാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 4.2 മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി കപ്പിൾ റൂഫ് ആയിരുന്നെങ്കിലോ, കപ്പിൾ റൂഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3.5 ആണ്. ഇവിടെ കപ്പിൾ ക്ലോസ് റൂഫാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി 4.2 മീറ്റർ ആണ്. ഓക്കെ, ദെൻ 41ാമത്തെ ക്വസ്റ്റ്യൻ, സ്പേസിംഗ് ഓഫ് ദ ജോയിസ്റ്റ് ഇൻ ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ. ഓക്കെ, നമ്മുടെ ആ ഒരു ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്പേസിംഗ് ഓഫ് ദ ജോയിസ്റ്റ് ഇൻ ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ, അതിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 60 to 90 സെൻറ്റിമീറ്റർ ആണ്. നമുക്കിവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് 40 സെൻറ്റിമീറ്റർ to 90 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 40 സെൻറ്റിമീറ്റർ to 90 സെൻറ്റിമീറ്റർ ആണ്. ഇനി അതുപോലെ നൺ ഓഫ് ദി എബോവും ആൻസറിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് PSCയുടെ ആൻസർ കീ വരുമ്പോൾ അത് നോക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 42ാമത്തെ ചോദ്യം നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ലൈം ഈസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ് ആൻഡ് പ്ലാസ്റ്ററിംഗ് വാൾ. ഓക്കെ, വൈറ്റ് വാഷിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? എല്ലാം സെയിം തന്നെയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൾ ഓഫ് ദി എബോവ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 43ാമത്തെ ചോദ്യം, ദ മെറ്റീരിയൽസ് വിച്ച് ഈസ് റീറ്റൈൻഡ് ഓൺ BIS ടെസ്റ്റ് സീവ് നമ്പർ ഡാഷ് ഈസ് ടേംഡ് ആസ് കോഴ്സ്ഡ് അഗ്രിഗേറ്റ്.
ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം ടെസ്റ്റ് സീവ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടെസ്റ്റ് സീവ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 480 നമുക്ക് ആ ഒരു സീവ് സൈസ് എത്രയാണ്? നമ്മുടെ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സീവ് സൈസ് വരുന്നത് 4.75 mm ആണ്. ഇവിടെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 480 ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 44ാമത്തെ ചോദ്യം, എ വർക്ക് കോസ്റ്റിംഗ് ലെസ് ദാൻ റസ് 2000 ഈസ് ടേംഡ് 20,000 ഈസ് ടേംഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ, ഓപ്ഷൻ എ ആണ്, പെറ്റി വർക്കാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 45ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ക്ലാസിഫിക്കേഷൻ ഡസ് റോ ബിൽഡിങ്സ് കംസ് ഇൻ? ഓക്കെ, റോ ബിൽഡിങ്സ് വരുന്നത് ഏതാണ്? ഇത് നിമീനുള്ള പോയിന്റ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ആ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെയാണ് ആ ഒരു റോ ബിൽഡിംഗ് ആയിട്ട് ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ വരുന്നത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ എ ആണ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലിന്ത് ഏരിയ ഓഫ് ബിൽഡിംഗ്, ദ റേറ്റ് ബീയിങ് ഡിഡക്റ്റഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് സിമിലർ ബിൽഡിംഗ് ഹാവ് സിമിലർ സ്പെസിഫിക്കേഷൻ. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 47ാമത്തെ ചോദ്യം, ഇൻ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ദ പ്രൊവിഷൻ ഫോർ കോണ്ടിൻജൻസീസ്. ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കോണ്ടിൻജൻസീസ് എത്രയാണ് നമ്മൾ കൊടുക്കാറുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3 to 5. ഓക്കെ, 3 to 5% ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 48ാമത്തെ ചോദ്യം, ദ പ്ലേസിംഗ് ഓഫ് വേരിയസ് റൂം ഓർ യൂണിറ്റ് ഓഫ് എ സ്ട്രക്ചർ ഇൻ പ്രോപ്പർ correlation of their function and in due proximity with each other is known as. ഏതാണ് ഓപ്ഷൻ സി ആണ്, ഗ്രൂപ്പിംഗ് ആണ് അല്ലെ, ഗ്രൂപ്പിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഗ്രൂപ്പിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 49ാമത്തെ ചോദ്യം, വാട്ട് ഈസ് പ്രിന്റഡ് ലിസ്റ്റ് ഓഫ് റാറ്റ് ഓഫ് വേരിയസ് ഐറ്റം ഓഫ് വർക്ക് മെയിൻറ്റെയിൻഡ് ബൈ ദ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്, ഷെഡ്യൂൾഡ് റാറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50ാമത്തെ ചോദ്യം, ദ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഫോർ AC ഷീറ്റ് റൂഫിംഗ്. ഓക്കെ, പേയ്മെന്റിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, സ്ക്വയർ മീറ്റർ ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്കത് ആൻസർ കറക്റ്റായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ 51ാമത്തെ ചോദ്യം, ദ ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ വാല്യൂ വിത്ത് ഏജ് ഓഫ് എ പ്രോപ്പർട്ടി ഈസ് നോൺ as. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 52ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം കവേർഡ് ഏരിയ ഫോർ ആൻ ഇൻഡസ്ട്രി? ഓക്കെ, ഇൻഡസ്ട്രിയിൽ ആ ഒരു മാക്സിമം കവേർഡ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഉണ്ട് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ. അതിൽ ഗ്രൂപ്പ് 1 വരുന്നത് 60% ആണ്, ഗ്രൂപ്പ് 2 വരുന്നത് 40% ആണ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു 60%ഉം 40%ഉം ഓപ്ഷനിലുള്ളത് കൊണ്ട് നമുക്ക് PC ആൻസർ വരുമ്പോൾ നമുക്ക് നോക്കാവുന്നതാണ്. ജനറലി അവർ മേ ബി ഗ്രൂപ്പ് 1 ആയിരിക്കാം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. സോ എന്നാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 60% ആണ്. നമുക്കത് കറക്റ്റായിട്ട് പ്രൊഫഷണൽ ആൻസർ കീ വരുമ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ 53ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ സർക്കുലേഷൻ ഇൻ ദ സെയിം ഫ്ലോർ? ഓക്കെ, സെയിം ഫ്ലോറിലുള്ള സർക്കുലേഷൻ അതർ നെയിം ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്, ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ആണ് ആൻസർ വരുന്നത്. ദെൻ 54ാമത്തെ ചോദ്യം, സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ SI യൂണിറ്റ്. ഓക്കെ, SI യൂണിറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, 9.81 × 10⁻³ Nm³ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 55ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോൺ റിജിഡ് ഡാം? ഓക്കെ, നോൺ റിജിഡ് ഡാം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റോക്ക്ഫിൽ ഡാം ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 56ാമത്തെ ചോദ്യം, വിച്ച് ഇറിഗേഷൻ മെത്തേഡ് വാട്ടർ ഈസ് സപ്ലൈഡ് ടു ലോവർ ലെവൽ ബൈ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി? ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എ ആണ്, ഫ്ലോ ആണ് ആൻസർ വരുന്നത്. ദെൻ 57ാമത്തെ ചോദ്യം, വെയർ ഡിഡ് ദ സർപ്ലസ് വാട്ടർ ഇൻ വിയർ ഈസ് അലൗഡ് ടു ഫ്ലോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, ക്രസ്റ്റ് ആണ് ആൻസർ അവിടെ വരുന്നത്. ദെൻ 58ാമത്തെ ചോദ്യം, വിച്ച് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റഡ് ടു കേരി കനാൽ ഓവർ ഡ്രെയിനേജ്? ഏതാണ് കനാൽ ഓവർ ഡ്രെയിനേജ് വരുമ്പോൾ? സോ ഓപ്ഷൻ എ ആണ്, അക്വഡക്റ്റ് ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 59ാമത്തെ ചോദ്യം, ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഫോർ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഇൻ ഈക്വൽ ഇൻ ഓൾ ഡിറക്ഷൻ ദാറ്റ് ദിസ് ഫാക്ട് ഈസ് നോൺ as. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, പാസ്കൽ ലോ ആണ്. ഓക്കെ, പാസ്കൽസ് ലോ ആണ് ആൻസർ അവിടെ വരുന്നത്. ഓക്കെ, ദെൻ 60ാമത്തെ ചോദ്യം,
എ മാനോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. ഓക്കെ, മാനോമീറ്റർ നമ്മൾ അവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, പ്രഷർ ഇൻ പൈപ്പ്. ഓക്കെ, പ്രഷർ ഇൻ പൈപ്പ് ആൻഡ് ചാനൽസിനാണ് നമ്മളവിടെ ആ ഒരു മാനോമീറ്റർ അവിടെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ. ദെൻ 61ാമത്തെ ചോദ്യം, വിച്ച് എലമെന്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് റെഡ്യൂസ് ദ വാട്ടർ ഹാമർ പ്രഷർ ഫോംഡ് ഇൻ ദ പെൻ സ്റ്റോക്ക്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സർജ് ടാങ്ക് ആണ് അവിടുത്തെ ആൻസർ. ദെൻ 62ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോവിങ് ദ ക്രോപ്പ്? ഓക്കെ, ബിഫോർ സോവിങ് ദ ക്രോപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പാലിയോ ആണല്ലേ. ഇനി നമ്മുടെ ആ ഒരു ക്രോപ്പ് കുറച്ച് സെൻറ്റിമീറ്റർ വളർന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ് ഫോർ വാട്ടറിങ്. ഇവിടെ ബിഫോർ സോവിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, പാലിയോ ആണ് ആൻസർ. ദെൻ 63ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വെൽഡ് സിംബൽ ദ ആരോ ലൈൻ ഷുഡ് പോയിന്റ് ടുവേഴ്സ് ദ പ്ലാറ്റ് വിച്ച് ദ പ്രിപ്പയർഡ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജെ ബൾട്ട് വെൽഡാണ്. ഓക്കെ, ജെ ബൾട്ട് വെൽഡാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 64ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എബൌട്ട് ദ വെൽഡിംഗ് ജോയിന്റ്? ഓക്കെ, വെൽഡിംഗ് ജോയിന്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ഏതെന്നാണ്. നമുക്കത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ലാബ് ജോയിന്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലാബ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലാബ് ജോയിന്റ് ഇറ്റ് ഈസ് എ ജോയിന്റ് ബിറ്റ്വീൻ ഓവർലാപ്പിംഗ് മെമ്പർ ആണ്, അല്ലെ, മെമ്പേഴ്സ് ആണ്. അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 65ാമത്തെ ചോദ്യം, റേഡിയൽ ലൈൻ ഡെവലപ്മെന്റ് ഹാസ് ദ ഫോൾഡ് ലൈൻസ് കമ്മിങ് ഫ്രം എ പോയിന്റ് വിച്ച് ഈസ് നോൺ ആസ് ആൻസർ ഓപ്ഷൻ സി ആണ്, അപ്പെക്സ് ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 66ാമത്തെ ചോദ്യം വരാം. വിച്ച് ഈസ് ദ അതർ നെയിം ഓഫ് പിച്ച് ഡയമീറ്റർ? പിച്ച് ഡയമീറ്ററിന്റെ മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, എഫക്റ്റീവ് ഡയമീറ്റർ ആണ്. എഫക്റ്റീവ് ഡയമീറ്റർ ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 67ാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്. ഓക്കെ, ത്രെഡഡ് ഫാസ്റ്റനേഴ്സിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ആൻസർ ഏതാണ്? സ്റ്റേറ്റ്മെന്റുകൾ, മെഷീൻ സ്ക്രൂ ആർ യൂസ്ഡ് വേറെ ക്ലോസ് ടോളറൻസ് അസംബ്ലി ഈസ് നോട്ട് റിക്വയർഡ്. മെഷീൻ ബോൾട്ട് റീയൂസ്ഡ് ഫോർ ജനറൽ അസംബ്ലി വർക്ക്. അവിടെ ഓക്കെ, 67ാമത്തെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 68ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബോൾട്ട് യൂസ്ഡ് ഫോർ ഹോൾഡ് ഡൗൺ ലാർജ് മെഷീൻസ്? ഓക്കെ, ഹോൾഡ് ഡൗൺ ലാർജ് മെഷീൻസ് ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോങ് ക്വാർട്ടർ ബോൾട്ട് ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 69ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് വാഷർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോക്കിംഗ് ദ നട്ട് വിച്ച് ആർ ലൊക്കേറ്റഡ് നിയർ ആൻ എഡ്ജ് ഓർ കോർണർ? ഏതാണ്? 69ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ടേബ് വാഷർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 70ാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് അൺഫോൾഡിങ് ഓൾ ദ സർഫേസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ പ്ലെയിൻ ഈസ് കാൾഡ്? ഏതാണ്? ഡെവലപ്മെന്റ് ഓഫ് സർഫേസ് ആണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 71ാമത്തെ ചോദ്യം, ദ ഡെവലപ്മെന്റ് ഓഫ് എ പിരമിഡ് ഓർ കോൺ ഈസ് ഫോംഡ്? ഓക്കെ, പിരമിഡിന്റെയും കോണിന്റെയും ആ ഒരു ഡെവലപ്മെന്റ് മെത്തേഡ് ഏതാണ്? റേഡിയൽ ലൈൻ മെത്തേഡ് ആണ്, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 72ാമത്തെ ചോദ്യം, ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എബൌട്ട് ത്രെഡ് ആംഗിൾ. ഓക്കെ, ത്രെഡ് ആംഗിളിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ആക്മേ ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 29 ഡിഗ്രി ആണ്. അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് മെട്രിക് ത്രെഡിൻ്റെതും ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഇനി അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് BSF ത്രെഡ് 55 ഡിഗ്രിയാണ്. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് ഇതിൽ കറക്റ്റ് ആണ്. പക്ഷേ അവർ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയുന്നത്. അതിൽ 2ഉം 4ഉം ഓപ്ഷൻ കറക്റ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 73ാമത്തെ ചോദ്യം, വിച്ച് നട്ട് ഹാവ് എ സ്ലോട്ട് ഈസ് കട്ട് ഹാഫ് വേ അക്രോസ് ദ നട്ട്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സ്റ്റോൺ നട്ടാണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 74ാമത്തെ ചോദ്യം, വിച്ച് റെഫേഴ്സ് ടു ദ ലൈൻസ് ദാറ്റ് ഒക്കൂർ വെൻ ജിയോമെട്രിക് സർഫേസസ് സച്ചസ് പ്ലെയിൻസ് സിലിണ്ടർ കോൺസ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ. ദെൻ 75ാമത്തെ ചോദ്യം, ആസ് സിലിണ്ടർ ഹാവ് ലാറ്ററൽ സർഫേസ് കർവ്ഡ് ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ദം? ഏതാണ്? കർവ്ഡ് ആണ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 76ാമത്തെ ചോദ്യം, നെയിം ഓഫ് ദ ബെൽറ്റ് ഫാസ്റ്റനേഴ്സ് ടൈപ്പ് ആണ്. ഓക്കെ, ആ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ജാക്സൺ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 77ാമത്തെ ചോദ്യം നോക്കാം. ആസ് ദ ബെൽറ്റ് ടേൺ ഓൺ എ പുള്ളി ഇറ്റ്
tends to stretch on the contact area of the driving pulley and shorten on the driven pulley. This localized movement of the belt is a direct result of the elastic strength and is known as. ഏതാണ് അവിടുത്തെ ആൻസർ? ഓപ്ഷൻ എ ആണ്, ക്രീപ്പ് ഓഫ് ബെൽറ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 78ാമത്തെ ചോദ്യം. ഇൻ പൈപ്പ് ഫിറ്റിംഗ് വിച്ച് കണക്ടർ ഫിറ്റിംഗ് പാർട്ട് ഹെൽപ്സ് ദ പൈപ്പ് ലൈൻ ടു ബ്രാഞ്ച് ഓഫ് 90 ഡിഗ്രി ആൻഡ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ഈസ് റിക്വയർഡ്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, റെഡ്യൂസ് ടി ബ്രാഞ്ച് ആണ്. ഓക്കെ, റെഡ്യൂസ് ടി ബ്രാഞ്ച് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ദെൻ 79ാമത്തെ ചോദ്യം. വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ് യൂണിയൻ? ഓക്കെ, അതിലേതാണ്? അതിൽ ആൻസർ വരുന്നത് 79ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 80ാമത്തെ ചോദ്യം. എമംഗ് ദം വാട്ട് ആർ അഡ്വാൻറ്റേജസ് ഓഫ് എ ചെയിൻ ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ? ഏതാണ്? എമംഗ് ദം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എ ചെയിൻ ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ? ചെയിൻ ഡ്രൈവ് പവർ ട്രാൻസ്മിഷൻ്റെ അഡ്വാൻറ്റേജ് ആണ് അവിടെ ആൻസർ വരുന്നത്. 80ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 2 and 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 81ാമത്തെ ചോദ്യം. വിച്ച് ഗിയർ ടീത്ത് ആർ കട്ട് പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ? ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്പർ ഗിയർ ആണ്. ഓക്കെ, സ്പർ ഗിയർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സ്പർ ഗിയർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ദെൻ 82ാമത്തെ ചോദ്യം. ഇൻ വിച്ച് റിവറ്റ് ദ അപ്പർ പോർഷൻ ഓഫ് ദ റിവറ്റ് ഹെഡ് ഈസ് ഫ്ലാറ്റ് ആൻഡ് ടാപ്പർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹെവി എഞ്ചിനീയറിംഗ് വർക്ക്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, പാൻ ഹെഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 83ാമത്തെ ചോദ്യം. നെയിം ഓഫ് ദ റിവറ്റഡ് ജോയിൻറ്റ്? ഓക്കെ, റിവറ്റഡ് ജോയിൻറ്റിൻ്റെ പേരാണ്. ആൻസർ ഏതാണ്? ഫിഗർ കാണിച്ചിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ? ഓപ്ഷൻ സി ആണ്, ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻ്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 84ാമത്തെ ചോദ്യം. ഇൻ സ്പർ ഗിയർ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പിച്ച് സർക്കിൾ ആൻഡ് റൂട്ട് സർക്കിൾ ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ HF ഈസ് നോൺ ഓഫ്? ഏതാണ്? ഡിഡൻഡം ആണല്ലോ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ഡിഡൻഡം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 85ാമത്തെ ചോദ്യം ഏതാണ്? ആൻസർ ഏതാണ്? ദ നെയിം ഓഫ് ദിസ് ഗിയർ ഈസ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണല്ലേ? ഓപ്ഷൻ ബി ആണ്, ഹൈപ്പോയിഡ് ഗിയർ ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 86ാമത്തെ ചോദ്യം. വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇൻ ദ കേസ് ഓഫ് സ്പേസിംഗ് ഓഫ് റിവറ്റ് പ്രോസസ്സേഴ്സ് റിവറ്റഡ് ജോയിൻറ്റ്? ഓക്കെ, അവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 87ാമത്തെ ചോദ്യം. വിച്ച് ആർ ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇൻ ദ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ബെൽറ്റ് ടെൻഷൻ? ഓക്കെ, ആ ഒരു ആൻസർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 88ാമത്തെ ചോദ്യം. ഇൻ എ ന്യൂമാറ്റിക് സിസ്റ്റം എ ക്വിക്ക് എക്സോസ്റ്റ് വാൾവ് ഈസ് ഇൻസ്റ്റാൾഡ് നിയർ എ ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ഇറ്റ്സ് പ്ലേസ്മെന്റ് ക്ലോസ് ടു ദ ആക്വേറ്റർ rather than the control valve? ഏതാണ് അവിടെ ആൻസർ? ഓപ്ഷൻ എ ആണ്, ടു അലോ ഫാസ്റ്റർ റിട്രാക്ഷൻ എക്സ്റ്റൻഷൻ ബൈ ദ എക്സോസ്റ്റിംഗ് എയർ ഡയറക്ട്ലി ടു അറ്റ്മോസ്ഫിയർ. ഓക്കെ, അതാണ് ഓപ്ഷൻ എ ആണ് 88ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 89ാമത്തെ ക്വസ്റ്റ്യൻ. If a shaft of size 50 mm has a limit of size 50 mm to 49.95 mm, what is the tolerance? ആണ് അവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ? ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 90ാമത്തെ ചോദ്യം. ഇൻ ഹൈഡ്രോളിക് പാസ്കൽസ് ലോ സ്റ്റേറ്റ് ദാറ്റ്? ഓക്കെ, പാസ്കൽസ് ലോ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രഷർ അപ്ലൈഡ്. ഓക്കെ, പ്രഷർ അപ്ലൈഡ് ടു എ കൺഫൈൻഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 91ാമത്തെ ചോദ്യം. വിച്ച് ഹൈഡ്രോളിക് പമ്പ് സ്യൂട്ടബിൾ ഫോർ വെരി ഹൈ പ്രഷർ? ഓക്കെ, ഹൈ പ്രഷർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ആക്സിൽ പിസ്റ്റൺ പമ്പാണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ 92ാമത്തെ ചോദ്യം. DIN ഈസ് ദ സിസ്റ്റം ഓഫ് ലിമിറ്റ് ആൻഡ് ഫിറ്റ് ഫോളോവിങ് ബൈ വിച്ച് കൺട്രി? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ജർമ്മൻ ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 93ാമത്തെ ചോദ്യം. വിച്ച് ബിയറിംഗ് ക്യാൻ ടേക്ക് ബോത്ത് റേഡിയൽ ആൻഡ് ആക്സിൽ ലോഡ്? ഓക്കെ, ബോത്ത് റേഡിയൽ ആൻഡ് ആക്സിൽ ലോഡ് എടുക്കാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ആണ് അവിടുത്തെ ആൻസർ.
ദെൻ 94-ാമത്തെ ചോദ്യം ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഹൈഡ്രോളിക് അക്യുമുലേറ്റർ. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഹൈഡ്രോളിക് അക്യുമുലേറ്റർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ടു അബ്സോർബ് ഷോക്ക് ആൻഡ് സ്റ്റോർ എനർജി. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 95-ാമത്തെ ചോദ്യം എ ന്യൂമാറ്റിക് സർക്യൂട്ട് യൂസസ് എ cascade method for sequencing multiple cylinder. What is the primary function of the cascade method in pneumatic control? ഏതാണ് 95-ാമത്തെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ടു എൻഷുർ കറക്റ്റ് സീക്വൻസ് ഓഫ് സിലിണ്ടർ ഓപ്പറേഷൻ വിത്തൗട്ട് ഓവർലാപ്പ്. ഓക്കെ, അതാണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ 96-ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഗിവൺ ബൈ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ വരുന്നത്. പെട്രോഫ് ഇക്വേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 97-ാമത്തെ ചോദ്യം ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് ദ മിനിമം ലിമിറ്റ് ഓഫ് സൈസ്. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺലി ആസ് എ നമ്പർ വിത്തൗട്ട് സൈൻ. വാട്ട് ഈസ് ദിസ്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ടോളറൻസ് ആണ് ആൻസർ വരുന്നത്. ദെൻ 98-ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് മാസ് പ്രൊഡക്ഷൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ദ കോസ്റ്റ് ഓഫ് പീസ് ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, കോസ്റ്റ് ഓഫ് പീസ് ഈസ് റെഡ്യൂസ്ഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 99-ാമത്തെ ചോദ്യം വിച്ച് ബിയറിംഗ് ഈസ് ജനറലി യൂസ്ഡ് ടു ടേക്ക് ആക്സിയൽ ലോഡ് ഓൺലി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ത്രസ്റ്റ് ബിയറിംഗ് ആണ് അവിടെ ആൻസർ വരുന്നത്. ദെൻ ലാസ്റ്റ് 100-ാമത്തെ ചോദ്യം വിച്ച് ബിയറിംഗ് ഈസ് ഓൾസോ കാൾഡ് ആൻഡ് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ്. ഏതാണ്? ബോൾ ആൻഡ് റോളർ ബിയറിംഗ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എക്സാം എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നോ, ടഫായിരുന്നോ, അതോ മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നോ? അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എക്സാമുകളിൽ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ നവംബറിൽ നമ്മുടെ LSC ഗ്രേഡ് 2 എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന എക്സാം നമ്മുടെ ജനുവരിയിലാണ്. ജനുവരിയിൽ നമ്മുടെ ഈ 2025 വിളിച്ച നോട്ടിഫിക്കേഷൻ്റെ എക്സാംസ് ജനുവരിയിൽ വരുന്നുണ്ട്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.